ഒരു ട്രേഡ് മാർക്കായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല പദങ്ങളാണ് ഇൻവെന്റഡ് വേർഡ്സ്. ഇൻവെന്റഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടെത്തുന്ന പദങ്ങളാണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന പദങ്ങളാണ് ഇൻവെന്റഡ് വേർഡ്സ്. ന്യൂലി ക്രിയേറ്റഡ് ആൻഡ് ഡസ് നോട്ട് ഹോൾഡ് മീനിങ്. അതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ. അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനൊരു മീനിങ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ ഇൻവെന്റഡ് വേർഡ്സ് എന്ന് പറയാം. അതൊരു നല്ല ട്രേഡ് മാർക്കാണ്. സാധാരണ ട്രേഡ് മാർക്കായിട്ട് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഭാഗത്തിൽപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് ഇൻവെന്റഡ് വേർഡ്സ്. അതൊരു കോമൺ ലാംഗ്വേജിൽ പെട്ടതായിരിക്കില്ല, ഒരു കോമൺ വേർഡ് ആയിരിക്കില്ല. നമ്മൾ ഇൻവെന്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് ഒരു പുതിയ വേർഡ് ആയിരിക്കും. അത്തരത്തിലുള്ള വാക്കുകളാണ് നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് മാർക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, വേറെ എവിടെയും കേട്ടതല്ല, നമ്മൾ ചിന്തിച്ച് ആലോചിച്ചുണ്ടാക്കിയ പദങ്ങളായതുകൊണ്ട് അത് ഏറ്റവും നല്ല ട്രേഡ് മാർക്കുകളുടെ ഗ്രൂപ്പിൽപ്പെട്ട പദങ്ങളാണ്. അതൊരു യുണീക്ക് ഐഡന്റിഫയർ ആയിട്ട് പ്രവർത്തിക്കാൻ, ബ്രാൻഡിന്റെ ലോകത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെയൊക്കെ ഒരു യുണീക്ക് ഐഡന്റിഫയർ ആയിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ള പേരുകളായിരിക്കും ആയി മാറും ഇത്തരത്തിലുള്ള നമ്മുടെ ഇൻവെന്റഡ് വേർഡ്സ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് നല്ലൊരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ബ്രാൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാനും വളരെ എളുപ്പമായിരിക്കും. ഈ നോക്കിയിട്ടുള്ള പദങ്ങൾക്ക് എക്സാമ്പിൾ നമ്മൾ എടുത്താൽ മാർക്കറ്റിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള കൊഡാക്ക് എന്ന് പറയുന്നത് ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡായിട്ടുള്ള കൊഡാക്ക്, അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറിജിൻ ഇല്ല, അതൊരു ഇൻവെന്റഡ് ആയിട്ടുള്ള പദമാണ്. അതിനുശേഷം കമ്പനി ഇട്ട് അതിനൊരു ബ്രാൻഡാക്കി മാറ്റിയതാണ്. അതുപോലെ തന്നെ സിറോക്സ് പ്രിന്റിംഗ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ കോപ്പിയറിലുള്ള സിറോക്സ് എന്ന് പറയുന്ന പദം ഒരു ഇൻവെന്റഡ്, കംപ്ലീറ്റ്ലി മെയ്ഡപ്പ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കാണ്. പെപ്സി ബിവറേജസിൽ ഉപയോഗിക്കുന്ന പെപ്സിക്ക് യാതൊരു തരത്തിലുള്ള മീനിങ്ങും ഇല്ല, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്രേഡ് മാർക്ക് അല്ല പെപ്സി. അതുപോലെ തന്നെ ഗൂഗിൾ എന്നുള്ളത് ടെക്നോളജിയിൽ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന പദം ഒരു ഇൻവെന്റീവ് വേർഡാണ്, ഒരു മീനിങ് ഇല്ല. ഗൂഗിൾ എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പദം ഇറ്റ് ഇസ് നോട്ട് സജസ്റ്റിംഗ് എനി ടെക്നോളജി ഓർ സെർച്ച് എഞ്ചിൻ. അത് പിന്നീട് നമ്മൾ കേട്ട് ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ടെക്നോളജിയാണെന്നും ഒരു സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരു ബ്രാൻഡാണെന്നും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഇൻവെന്റഡ് ആയിട്ടുള്ള ഒരു പദമാണ്, നല്ലൊരു ട്രേഡ് മാർക്കാണ്. പിന്നെ സോണി എന്ന് പറയുന്നത്, ആ സോണിയിൽ ഇലക്ട്രോണിക്സിൽ ഉള്ള ഒരു പ്രഥമ ബ്രാൻഡായിട്ടുള്ള സോണി നമുക്കറിയാം. സോണസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം സൗണ്ട് എന്നാണ്. സോണസ് ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ സൗണ്ട്. അപ്പം സൗണ്ട് എന്ന് പറയുന്ന സോണസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നും ഇൻവെന്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ് സോണി എന്നുള്ളത് കൊണ്ട് അതൊരു ഇൻവെന്റഡ് വേർഡാണ്, ഇൻവെന്റഡ് ട്രേഡ് മാർക്കാണ്. പിന്നെ ഫുഡിലും കുക്കീസിലും ഒക്കെ ഉള്ള ഓറിയോ എന്ന് പറയുന്ന പദം അത് പ്യൂർലി മെയ്ഡപ്പ് നെയിമാണ്. അതിൻ്റെ ഒരു ബേസിക് ഒറിജിൻ വേറെ ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ നിന്നോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു പദമാണ് ഓറിയോ എന്നുള്ളത് കൊണ്ട് അതും ഒരു ഇൻവെന്റഡ് ടേമാണ്. ഇൻവെന്റഡ് ആയിട്ടുള്ള പദങ്ങൾ നമ്മുടെ ബ്രാൻഡ് ട്രേഡ് മാർക്കായിട്ട് എടുക്കാനും ഉപയോഗിക്കാനും ഡെവലപ്പ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഇൻവെന്റ് ആയിട്ടുള്ള പദങ്ങൾക്ക് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടും. വേറെ ആരും ഉപയോഗിക്കാത്ത, അവരുടെ ബ്രാൻഡിന് ഇടാത്ത പേരുകളായതുകൊണ്ട്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പദമായതുകൊണ്ട് അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള പദങ്ങളാണ്. അതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻവെന്റഡ് ആയിട്ടുള്ള പദങ്ങളെ നമ്മുടെ ബ്രാൻഡ്സ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക.